പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. രാവിലെ അത്ര സുഖകരമല്ല അന്തരീക്ഷം. മഴയുണ്ട്, എല്ലായിടത്തും മഴയുണ്ട്. 11 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയുണ്ട്. കുട്ടികളൊക്കെ സന്തോഷത്തിലായിരിക്കും. പക്ഷേ രക്ഷിതാക്കൾക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കാറ്റും മരങ്ങൾ കടപുഴകി വീഴുന്നതുമൊക്കെ സ്ഥിര സംഭവമാവുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. വടക്കൻ കേരളത്തിലാണ് ഇത്തവണ കാര്യമായി മഴ പെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുണ്ട്. പലയിടത്തും ചെറിയ പുഴകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ പുഴയുടെ തീരത്തുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് വിശദമായി തന്നെ വാർത്തകൾ നോക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് കനത്ത മഴ. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ റെഡ് അലേർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞു. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ഇന്ന് അവധി. കൊല്ലം ഇരവിപുരത്ത് ട്രാക്കിൽ മരം വീണത് മാറ്റിയെങ്കിലും ട്രെയിനുകൾ വൈകി ഓടുന്നു. വേണാട് എക്സ്പ്രസ് 2.25 മണിക്കൂർ വൈകി 7:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. നേത്രാവതി എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകും. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 9 മണിക്കൂർ വൈകി ഓടുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ശക്തമായ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. ഇറാനിൽ 400-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാനിയൻ സൈനിക താവളങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രയേൽ. ടെലവീവും ജെറുസലേമും അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റുന്നു. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ പൊരിഞ്ഞ പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിൽ UDF. മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിലെ ജനപങ്കാളിത്തം ഇടത് ക്യാമ്പിന് പ്രതീക്ഷ. യൂസഫ് പഠാനെ കളത്തിലിറക്കി സജീവമായി PV അൻവർ. സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ പ്രവൃത്തി സമയം ഇന്നു മുതൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. പുതുക്കിയ സമയക്രമം നടപ്പാക്കുന്നത് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. കോവിഡ് വ്യാപനമേറുന്നതിൽ ആശങ്ക. രാജ്യത്ത് 24 മണിക്കൂറിനിടെ മരിച്ച 10 പേരിൽ 5 പേരും കേരളത്തിൽ. സംസ്ഥാനത്ത് 2007 ആക്റ്റീവ് കേസുകൾ. ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 102 പേർ. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 2 അയൽവാസികൾ പിടിയിൽ. ദുരൂഹത നീക്കാൻ പോലീസ്. ആദ്യം നമുക്ക് വിശദമായി മഴ തന്നെ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതായത് വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വിശദമായി ഈ ജില്ലകളിലേക്ക് പോയാൽ കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറങ്ങാടി അരയി വഴി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്ന പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ മഴയിൽ കുന്തിപ്പുഴ കരകവിഞ്ഞു. കട്ടപ്പന കൊച്ചുതോവാളയിൽ കനത്ത മഴയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നു. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് അടർന്നു വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നേ. നിന്നപ്പം ശകലിച്ച മണ്ണ് വന്നപ്പം ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വെച്ച് ഈ വള്ളി പടുത അങ്ങോട്ട് ഈ ഓസലോട്ട് മണ്ടയിലോട്ട് കെട്ടാമെന്ന് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് മുറിക്കാത്ത ചെന്നു. ഞാൻ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ.
അപ്പോൾ കൊച്ചൻ എന്നോട് പറഞ്ഞു മഴയത്ത് അമ്മ എന്നാ കാണിക്കുവാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറുകയും ഇത് വീഴുവാൻ കൂടെ ഒരുപോലെ ആയിരുന്നു. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്, കാസർഗോഡ് നിന്ന് KV ബൈജു, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ഇടുക്കിയിൽ നിന്ന് സാഗർ. അങ്ങനെ വിവരങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ബാക്കി 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ മഴ ഇതുപോലെ തന്നെ നിലനിൽക്കുമോ? തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കർണാടകയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇരട്ട ചക്രവാത ചുഴിയാണ് ഇത്തരത്തിലൊരു കനത്ത മഴയ്ക്ക്, കേരളത്തിലുടനീളമുള്ള ഒരു കനത്ത മഴയ്ക്ക് കാരണമായി വരുന്നത്. മാത്രമല്ല ഈ ചക്രവാത ചുഴി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ഒറ്റപ്പെട്ട കനത്ത കാറ്റ് നല്ല രീതിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ കേരളത്തിലുടനീളം പല രീതിയിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും നല്ല രീതിയിലുള്ള മഴ കേരളത്തിലുടനീളം ലഭിക്കുന്നുണ്ട്. മൺസൂൺ സാധാരണഗതിയിൽ തെക്കൻ ജില്ലകളിൽ നിന്ന് ആരംഭിച്ച് വടക്കൻ ജില്ലകളിലേക്കാണ് സാധാരണ രീതിയിൽ വരാറ്. പതിവിന് വിപരീതമായി ഇത്തവണ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ മൺസൂൺ വളരെയധികം കനത്ത രീതിയിൽ അനുഭവപ്പെടുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർണാടകയുടെ ഭാഗത്ത് രൂപപ്പെട്ട ഇരട്ട ചക്രവാത ചുഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള മഴയുമാണ്. തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ അത്ര രീതിയിലുള്ള വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിട്ടില്ല. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് യെല്ലോ അലേർട്ട് ഒക്കെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മാസം മെയ് മാസത്തിന്റെ പകുതിയിൽ അനുഭവപ്പെട്ട കനത്ത മഴയും കാറ്റിലും ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ പോലെ അത്തരത്തിലുള്ള ഭീകരമായ ഒരു അന്തരീക്ഷം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലില്ല. കാര്യമായ കേടുപാടുകളും മറ്റും ഉണ്ടായിട്ടുള്ളത് തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലയിൽ അനുഭവപ്പെട്ട കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വീടിന്റെ മേൽക്കൂരകൾ തകർന്നു വീഴുകയും മാത്രമല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഒപ്പം തന്നെ കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മലയോര മേഖലകളിൽ കാറ്റ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നുണ്ട്. സാധാരണ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ പോലും മഴ ആരംഭിച്ചാൽ നഗരത്തിൽ വ്യാപകമായി വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ മാസം അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇത്തവണ മഴ കനക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത്തരത്തിലൊരു ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. മാത്രമല്ല പരക്കെ ഉള്ള ഒറ്റപ്പെട്ട മഴ, അതായത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ആ രീതിയിൽ തന്നെയുള്ള പരക്കായുള്ള ഒറ്റപ്പെട്ട മഴയാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ശ്രീജ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കുമരകം ഉൾപ്പെടെ കുട്ടനാടിന്റെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ ഒക്കെ കാര്യമായ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. നിലവിൽ ഈ മധ്യ കേരളത്തിലെ അവസ്ഥ എന്താണ്? മഴ ഇപ്പോൾ അന്തരീക്ഷം കണ്ട് അല്പം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രാത്രി മഴയുണ്ടായിരുന്നു. എന്താണ് അവസ്ഥ? ശ്രീജ, രാത്രി മഴയുണ്ടായിരുന്നു. ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. അതിശക്തമായ മഴയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിശക്തമായ കാറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയുടെ മാത്രം കണക്കെടുത്താൽ ഇന്നലെ അതിശക്തമായ കാറ്റാണ് രാത്രി ഉണ്ടായത്. കോട്ടയത്ത് 61 കിലോമീറ്റർ പെർ അവർ എന്ന നിലയിലുള്ള കാറ്റും കുമരകത്ത് 54 കിലോമീറ്റർ. ഈ ഒരു കാറ്റിൽ കോട്ടയം കുമരകം റോഡിൽ ഒരു വൻ മരം കടപുഴകി വീഴുകയും ഏറെ നേരം രാത്രി വൈകി ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ പിന്നീട് അത് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ്റാണ് വലിയ വില്ലനായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇപ്പം മീനച്ചിലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിൽ കൂടി കടന്നു പോകുന്ന മണിമലയാറ്റിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇടയ്ക്കിടെ അതിശക്തമായ മഴ പെയ്യുന്നു എന്ന നിലയാണുള്ളത്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മഴയോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയോ എന്ന നിലയിലില്ല. ഇടയ്ക്ക് അതിശക്തമായ മഴ പെയ്യുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വില്ലനായി നിൽക്കുന്ന കാറ്റാണ്. ഇന്നലെ കോട്ടയം ചുങ്കത്തൊരു വലിയ മരം മുറിഞ്ഞു വീണ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞു. ഏതാണ്ട് 4 മണി 5 മണിയോടുകൂടി മാത്രമാണ് അതെല്ലാം പൂർണ്ണമായും മുറിച്ചു മാറ്റാനായത്.
അതുപോലെ തന്നെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ അവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പോയപ്പോൾ തൊഴിലാളിയായ മുനിയസ്വാമി റബ്ബർ മരം ഒടിഞ്ഞ് വീണ് ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് വീണ് അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഇന്നലെ ഒരു ദുരിതമായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ മലയോര മേഖലകളേറെയുള്ള സ്ഥലമാണ് ഈ കോട്ടയം ആയിക്കോട്ടെ, സമീപ ജില്ലകളൊക്കെയും അങ്ങനെയാണ്. അവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സമയം, അത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. കോട്ടയത്ത് തന്നെ മൂന്നിലവും അതേപോലെ തലനാട്, തീക്കോയി, വിവിധ പഞ്ചായത്തുകളുടെ കൂട്ടിക്കൽ പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇത്തരം സാധ്യതാ മേഖലകളുണ്ട്. അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനകം തന്നെ വെള്ളം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ കോട്ടയത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിൽ തുറന്നിട്ടുണ്ട്. അതായത് നിലവിൽ ഇങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. വെള്ളം അങ്ങോട്ട് കിഴക്കൻ വെള്ളം എത്തുന്ന സമയത്ത് ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പ് കോട്ടയത്തും ചങ്ങനാശ്ശേരി താലൂക്കിലും ഒക്കെ തുടരുന്ന സാഹചര്യമാണുള്ളത്. മഴ പൂർണ്ണമായും രാവിലെ മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഏത് സമയവും പെയ്യാവുന്ന നിലയിൽ തന്നെയാണുള്ളത്. ചാറ്റൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, ഇടയ്ക്കത് ശക്തമായി മാറുന്നു. ഇന്നലെ പകൽ കാര്യമായി പെയ്തില്ല, പക്ഷേ രാത്രി നല്ല മഴയായിരുന്നു. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജാഗ്രതയിൽ തന്നെയാണ് പ്രത്യേകിച്ച് കോട്ടയത്തും അപ്പർ കുട്ടനാടിൻ്റെ മേഖലകളായ കുമരകം പോലെയുള്ള ഭാഗത്തുമൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉണ്ടാവുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. KV ബൈജു കാസർഗോഡ് എന്ന ബൈജു, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു അവസ്ഥയാണോ കാസർഗോഡ് എന്ന് അറിയില്ല. പലയിടത്തും പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രാവിലെ നല്ല മഴയുണ്ടോ? ശ്രീജ, ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇതിന്റെ കരയിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ആശങ്കയിലാണ്. പലരും ഇവിടെ നിന്നും വീട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഏത് കാലവർഷത്തിലും ആദ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ തേജസ്വിനി. മാത്രമല്ല മലയോര മേഖലകളിലും വലിയ തോതിലുള്ള, നമുക്കിപ്പോൾ ശ്രീജ ദൃശ്യങ്ങൾ കാണാം. ഇത് തേജസ്വിനി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ആ പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. തേജസ്വിനി പുഴയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീജ, നമുക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ അരയോളം വെള്ളം എത്തിയിരിക്കുന്ന. എന്താണ് നിലവിലൊരു സാഹചര്യം ഇവിടെ? ഇന്നലെ രാവിലെ 10 മണി മുതലാണ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുള്ളത്. രാത്രി ഏകദേശം ഒരു 12 മണി വരെ അതിശക്തമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വെള്ളത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വെള്ളം ഈ പ്രദേശത്തെ 200ഓളം വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പ്രായമായവരും രോഗികളായിട്ടുള്ള ആൾക്കാരുള്ള 6ഓളം കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഇനിയും ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം എന്താണ് സ്ഥിരമായി? ഈ പൊടോത്തുരുത്തി പ്രദേശം തേജസ്വിനിക്കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. തേജസ്വിനി പുഴ കരകവിയുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും ഈ വർഷം തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഈ പ്രദേശം ഇങ്ങനെ വെള്ളത്തിനടിയിലാവുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വെള്ളം ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ കൂടുതൽ വെള്ളം കയറി? ഈ മഴ തന്നെയാണോ? അല്ല, മഴ തന്നെയാണ്. മഴയും അതുപോലെ തന്നെ കേരള കർണാടക അതിർത്തിയിലുള്ള വനാതിർത്തിയിൽ പെയ്യുന്ന മഴയൊക്കെ തന്നെ. പ്രത്യേകിച്ച് കൊടക് മേഖലകളിൽ പെയ്യുന്ന ആ മഴ, അത് ആ മുഴുവൻ വെള്ളവും എത്തുന്നത് ഈ പ്രദേശത്താണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൊടകിൽ മഴ പെയ്താൽ ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട്. ഇവിടെ ആ വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ കുറെ അധികം പേരെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. പലരും മാറാൻ തയ്യാറാകാറില്ല. പലരും ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എത്ര വീടുകളുണ്ട് ഈ പൊടോത്തുരുത്തി ദ്വീപിൽ മാത്രം 120 വീടുകളുണ്ട്. ഈ 120 വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. ഇനി തൊട്ടടുത്ത പ്രദേശങ്ങളായ ചാത്തമത്ത്, പാലായി, കാര്യംകോട് പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളും, പുഴയോരത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലാണ്. തേജസ്വിനി പുഴയുടെ തേജസ്വിനി പുഴയുടെ തീരത്തുള്ള
മുഴുവൻ പ്രദേശങ്ങളും പിന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കൂടുതൽ ആൾക്കാരെ ഇനി മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. വെള്ളം ഉയരുന്ന ഒരു അവസ്ഥ ഉണ്ടാണെങ്കിൽ മുഴുവൻ ആൾക്കാരെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ബൈജു, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഇവര് ഇതിനോട് എത്രമാത്രം യൂസ്ഡ് ആണ്? ഇങ്ങനെ വെള്ളം സ്ഥിരമായി കയറാറുണ്ടെങ്കിൽ അതിനൊരു പകരം സംവിധാനം, ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പകരം സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? മുതലേ വെള്ളത്തിനടിയിലാണ് ഈ കാണുന്ന വീടുകളൊക്കെ, ഇന്നലെ മുതലേ വെള്ളത്തിനടിയിലാണെന്നുള്ളത്. തീർച്ചയായും ഈ നമ്മൾ ഇത്ര ഇങ്ങനെ ഇനിയും ഇപ്പൊ മഴ ഒരു തുടക്കം തന്നെ ആണ്, ഇനിയും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ട്. നമുക്ക് എത്രത്തോളം ഇവരെ ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക് പാർപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇതുണ്ട്? അല്ല, ഇവിടെ ഇവിടുന്ന് ക്ലബ്ബുകളോ മറ്റു സംഘടനകളോ എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമുക്ക് ചാത്തമത്ത് വായനശാലയ്ക്ക് സമീപം ചാത്തമത്ത് പടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം പിന്നെ ക്യാമ്പായിട്ട് മാറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകളൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത്? ബന്ധുവീടുകളിലേക്കാണോ അല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കി? ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ റെഡിയാണോ? ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരെ തൽക്കാലം ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ക്യാമ്പുകൾ റെഡിയാണ് അല്ലേ? ക്യാമ്പുകൾ റെഡിയാണ്. ചാത്തമത്ത് ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് റെഡിയാണ്. ശ്രീജ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വെള്ളം കൂടി വരികയാണ്. നമ്മൾ തേജസ്വിനി പുഴയുടെ ആ തീരത്ത് ഇതുവരെ എത്തിയിട്ടില്ല, അതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ് തേജസ്വിനി പുഴ. പുഴയിലേക്ക് നമ്മൾ കൃത്യമായി പുഴയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരയോളം വെള്ളം നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് കാണാം. ഇവിടെയാണ് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്ന ഒരു സാഹചര്യവുമുള്ളത്. എന്നാലും മഴ ഇപ്പോഴും ശക്തിയായി പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇവിടെ കാസർഗോഡ് ഉണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് വലിയ തോതിലുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഭീഷണി, അതായത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ശ്രീജ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തോണി, ഇത് ഒരു റോഡാണ്. തോണിയിലൂടെയാണ് ഇവിടെ വീടുകളിലേക്കൊക്കെ ഇവിടെയുള്ള ആളുകൾ, ഇവരുടെ ആളുകളെ കുറിച്ച് അന്വേഷിക്കാനും മറ്റുമായ ആളുകൾ പോകുന്നത്. ഇതൊരു റോഡാണ്, റോഡിലൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ ആ ദൃശ്യം കാണാം. തോണിയിലൂടെ പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. കൃത്യമായ നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ അരയോളം വെള്ളം ഇപ്പോൾ എനിക്കിവിടെ നടന്നു പോകുമ്പോൾ തന്നെ ആയിരിക്കുന്നു. ഇതിന് മുന്നോട്ട് കൂടുതൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടക് മേഖലകളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഴ ആ കൊടക് മേഖലകളിലുണ്ട്. ആ വെള്ളം അവിടെ നിന്നുള്ള വെള്ളം എല്ലാം എത്തുന്നത് ഈ പ്രദേശത്തേക്കാണ്. ഇവിടെ നിന്നാണ് പിന്നീട് അറബിക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇതൊക്കെ ഒരു വീടുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. ഒരു പുഴയ്ക്ക് സമാനമായി തന്നെ ഇവിടെയും ആ തേജസ്വിനി പുഴയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് കയറി അത്രത്തോളം ആ ഒരവസ്ഥ. അല്ല, എന്താണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഭാഗത്തുള്ള വീടുകൾ? ഈ ഭാഗത്തെ വീടുകളിൽ നിലവിൽ പിന്നെ കുടിയൊഴിയേണ്ട ഒരു സാഹചര്യം ഇല്ല. വെള്ളം ഉയരുകയാണെങ്കിൽ കുടിയൊഴിയേണ്ടി വരും. മഴ ഇനിയും തുടർന്ന് മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വെള്ളം ഇനിയും കൂടാനാണ് സാധ്യത. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ അതിനുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വീടിന് ആളുകൾ മാറിയിട്ടുണ്ട്. എന്താണ്? നിലവിൽ 6 കുടുംബങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളത്. അത് രോഗികളായിട്ടുള്ള ആൾക്കാരും പ്രായം ചെന്ന ആൾക്കാരുമാണ് നിലവിൽ മാറിയിട്ടുള്ളത്. നമുക്ക് ആ ശ്രീജ, ഈ വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഏകദേശം വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് വീടുകൾ. ഇതൊരു റോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശ്രീജ, പുഴയുടെ സൈഡിലേക്കാണ്, ആ ഭാഗത്തേക്കാണ് നമ്മൾ ആ പുഴയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു റോഡിലാണ് ഞാനിപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തോണിയിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളത്. അത്രത്തോളം വെള്ളം. ഇനി അങ്ങോട്ട് നടന്നു പോകാൻ പ്രയാസമാണ്, നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം വെള്ളം ഈ പ്രദേശത്ത് കയറിയിട്ടുണ്ട്. ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ തോണി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഇവിടെ ഒരുപാട് വീടുകൾ എനിക്ക് പിറകിൽ ഈ തോണിക്ക്, ഞാനിപ്പോ പോകുന്ന ഈ തോണിക്ക് സമീപം ഒക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ ഭാഗത്തൊരു വീടുണ്ട്.
നമ്മൾ ആ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിറ്റാരിക്കാലിൽ 20ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകളെ മാറ്റി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനിയും കൂടുതൽ തീവ്രത മഴക്കുണ്ടാകുമെന്ന ഒരു കാലാവസ്ഥ പ്രവചനം കൂടിയുണ്ട്. ഇതിപ്പോൾ മഴ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ കാണാം വീടുകളിലെ തറ വരെ വെള്ളം എത്തി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തേജസ്വിനി KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകി ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളം കയറിയ പ്രശ്നങ്ങളാണുള്ളത്. ബൈജു തുടർന്നോളൂ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മൾ സ്ഥിരം കുട്ടനാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. പക്ഷേ കാസർഗോഡൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഈ ഭാഗത്ത് എല്ലാ മഴക്കാലത്തും ഇങ്ങനെയുണ്ടോ, അതോ ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തേക്കാൾ കൂടുതൽ വടക്കൻ കേരളത്തിലാണ് ഇത്തവണ മഴ കാര്യമായി പെയ്യുന്നതും? ഇത് ഇത്തവണത്തെ പ്രശ്നമാണോ അതോ സ്ഥിരം ഇവിടെയൊക്കെ ഇങ്ങനെയാണോ? ശ്രീജ, നമ്മൾ എടുത്തു പറയേണ്ടത് മഴക്കാല ആരംഭത്തിൽ തന്നെ ഇത്രത്തോളം വലിയ വെള്ളം കയറി എന്നത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന് തൊട്ട് പുറകിലാണ് തേജസ്വിനി പുഴയുള്ളത്. ദേശീയപാത കടന്നു പോകുന്ന തേജസ്വിനി പുഴയാണിത്. ഒരു പക്ഷേ മഴ തുടക്കത്തിൽ തന്നെ ഒരു 3-4 ദിവസം പെയ്ത മഴയിൽ ഇത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ഇതാദ്യമായിരിക്കും ഇത്തരത്തിൽ ഉണ്ടാവുക. അത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത് തേജസ്വിനി പുഴയുടെ വളരെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വലിയ ഒഴുക്ക് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് കുടകിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ കുടകിൽ നിന്നും വെള്ളം ഇരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട്. ചില സമയങ്ങളിൽ ഈ കുടക് മേഖലകളിൽ തന്നെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ആ മലവെള്ളമെല്ലാം ചെന്നെത്തുന്നത് ഈ പ്രദേശത്താണ്. ഇവിടെ ഈ തേജസ്വിനി പുഴയിലേക്കാണ്. ഇതുവഴിയാണ് അറബിക്കടലിലേക്ക് എത്തുന്ന സാഹചര്യം. നമുക്ക് വീടുകളിൽ കാണാം ആളുകളെയൊക്കെ ഇവർ ഏത് സമയത്തും ഇവിടെ നിന്നും വീട് മാറി പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ 6 കുടുംബങ്ങളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. തേജസ്വിനി പുഴയുടെ വളരെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് തൊട്ട് ഈ വീടിന്റെ പുറകുവശം നോക്കിയാൽ അത് തേജസ്വിനി പുഴയുടെ തേജസ്വിനി പുഴയിലേക്കാണ് എത്തുന്നത്. അത്രത്തോളം വെള്ളമാണ് തേജസ്വിനി പുഴയിൽ ഉയർന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടക് മേഖലകളിലെ മുഴുവൻ വെള്ളവും ഈ തേജസ്വിനി പുഴയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് തേജസ്വിനി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കാം. നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൃത്യമായി കാണാം. തേജസ്വിനി പുഴ രൗദ്രഭാവത്തോടുകൂടി തേജസ്വിനി പുഴയിലേക്ക് നമ്മളിപ്പോൾ ഏകദേശം അരമണിക്കൂറിലധികം അടുത്താണ് തോണിയിലും മറ്റുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ജലനിരപ്പ് ഉയർന്നത് കാണുമ്പോൾ ഭയാനകമായ രീതിയിൽ തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് എന്തായാലും കാണാം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തേജസ്വിനി പുഴ. ഇവിടെ ഒരുപാട് വീടുകൾ ഈ തേജസ്വിനി പുഴയുടെ ഇരു കരകളിലുമായി ഉണ്ട്. വെള്ളം കൂടുതൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് തേജസ്വിനി പുഴയുടെ. ഇവിടെ നിന്നും വീണ്ടും തോണിയിലൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരാൾ പൊക്കത്തിൽ വെള്ളം ഇവിടെ കയറിയ സാഹചര്യമുണ്ട്. നമ്മൾ വീണ്ടും ആ തോണിയിലേക്ക് തന്നെ കയറുകയാണ്. അത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. മുമ്പെങ്ങും മഴക്കാല ആരംഭത്തിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. നമ്മൾ വീണ്ടും ആ തോണിയിൽ തന്നെ കയറി ആ പ്രദേശത്തേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. നടന്നു പോകാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പറ്റില്ല. അത്രത്തോളം മഴയും ഇപ്പോൾ ശക്തമായി പെയ്യുന്നുണ്ട്. മഴ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ച മഴ നിർത്താതെ പെയ്യുന്ന അവസ്ഥ തന്നെയാണ്. ആ തേജസ്വിനി പുഴയുടെ കൃത്യമായ ദൃശ്യം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണാവുന്നതാണ്. എന്തായാലും മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വരും മണിക്കൂറുകളിലും മഴ തുടരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ, മഴ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി മഴ ശക്തമായാൽ, മഴ കുറച്ചുകൂടി ശക്തം പ്രാപിച്ചാലേ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വലിയ തോതിൽ ആശങ്ക ഈ ഭാഗത്തുണ്ട്. അത്രത്തോളം ആളുകളാണ് ഈ പ്രദേശത്ത് ഇരുകരകളിലുമായി
തയ്യൂർ, പൊടോതുരുത്തി ഒക്കെ പ്രദേശങ്ങളിലായി ഉള്ളത്. നിരവധി വീടുകൾ ഇവിടെ നമുക്ക് കാണാം. ആ വീടുകളെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ ഇത് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണെങ്കിൽ കാസർഗോഡ് ആദ്യ മഴയ്ക്ക് തന്നെ ഇത്രത്തോളം വലിയ വെള്ളം കയറുന്നത് ആദ്യമായാണ്. ഇതിപ്പോൾ കൃത്യമായി തേജസ്വിനി പുഴ വളരെ ശക്തിയായി തേജസ്വിനി പുഴ ഒഴുകുന്നു. തേജസ്വിനി പുഴയുടെ കരയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദേശീയ പാതയ്ക്ക് തൊട്ട് അരികിലാണ് ഇത് ഇപ്പോൾ നമ്മൾ ഉള്ളത്. പക്ഷേ ആ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതാണ് തേജസ്വിനി പുഴ. ഇതിന് തൊട്ടപ്പുറം കാര്യങ്കോട് പാലം, ദേശീയപാതയിലെ കാര്യങ്കോട് പാലം. എത്രത്തോളം ഒഴുക്കാണ് തേജസ്വിനി പുഴ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി കാണാം. അത്രത്തോളം ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇനിയും ആളുകളെ, വരും മണിക്കൂറുകളിലും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സുരേഷ്, ഇത് തേജസ്വിനി പുഴയുടെ കൃത്യമായ ദൃശ്യം എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസി സുരേഷ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിലവിൽ ഇത് ഒരു മഴ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇത്രത്തോളം ഒരു വെള്ളം കയറാനുള്ള ഇടയാണ്? തേജസ്വിനി ഇങ്ങനെ കുലംകുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുഴയുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ നമുക്ക് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇനി വെള്ളം കൂടുകയാണെങ്കിൽ അതിശക്തമായ ഈ ഒഴുക്ക് കരയിലേക്ക് കൂടി വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെ ജനവാസം തന്നെ സാധിക്കാത്തൊരവസ്ഥ വരും. അതിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആളുകളെ പെട്ടെന്നാണല്ലോ ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഈ വർഷം മഴക്കാലപൂർവ്വ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം ഈ എവിടെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുള്ളത്? ഇപ്പൊ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുള്ളത് ചാത്തമത്ത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനമായും ഈ കുടക് മേഖലകളിലെ മഴ അത് ഏത് രീതിയിലാണ് തേജസ്വിനി പുഴയെ ബാധിക്കുന്നത്? ഈ തേജസ്വിനി പുഴയുടെ ഉത്ഭവം തലക്കാവേരി ഫോറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പെയ്യുന്ന മഴയടക്കം ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാവും. ശ്രീജ, ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാൻ തോന്നുന്നു. എത്രത്തോളം ഒഴുക്കാണ് ആ പുഴ എന്നുള്ളത് നോക്കണം. തെങ്ങുകളൊക്കെ അതിന്റെ തല ഭാഗങ്ങൾ, ചെറിയ തെങ്ങാണെങ്കിലും അതൊക്കെ നമുക്ക് കാണാം. അത് നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടക് മേഖലകളിൽ പെയ്യുന്ന മുഴുവൻ മഴയും എത്രത്തോളം കുടക് മേഖലകളിൽ മഴ ശക്തമാവുന്നോ ആ വെള്ളമൊക്കെ എത്തുന്നത് ഈ പുഴയിലാണ്, തേജസ്വിനി പുഴയിലാണ്. ഇതുവഴിയാണ് അറബിക്കടലിലേക്ക് പതിക്കുന്നത്. ഇതിന്റെ ഇരു കരകളിലുമായി നിരവധി വീടുകളാണ് ഉള്ളത്. എന്തായാലും എല്ലാ വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെ. പുഴ അതിഭീകരമായി കരകവിഞ്ഞു ഒഴുകുന്നു. ഇനി മഴ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ചാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാട്ടിത്തരും. വളരെ വിശദമായി തന്നെ കാസർഗോഡ് തേജസ്വിനി പുഴയുടെ കരയിലെ വീടുകളിലെ ദുരവസ്ഥ കാണിച്ചു തന്നത്. അവിടെ മഴയുടെ ഈ തുടക്കത്തിൽ തന്നെ തേജസ്വിനി പുഴ കര കവിഞ്ഞൊഴുകി ഏതാണ്ട് 120 കുടുംബങ്ങളുള്ള ഒരു ചെറിയ ദ്വീപാണിത്. അവിടെ മുഴുവൻ എല്ലാ വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണ്. കൂടുതൽ മഴ പെയ്താൽ, വെള്ളം കൂടുതൽ വന്നാൽ അവിടെ നിന്ന് ഇവരെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ്. ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നുണ്ട്. നവമി, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? കാസർഗോട്ടെയും ആലപ്പുഴയിലെയും പോലെയൊന്നും അല്ലെങ്കിലും നന്നായൊന്ന് മഴ പെയ്താൽ വെള്ളം നിറയുന്ന കൊച്ചിയിൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ശ്രീജ, മുൻപായിരുന്നു കൊച്ചിയിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള തുടരെയുള്ള വിമർശനത്തിന്റെ ഭാഗമായി തന്നെ കൊച്ചി നഗരം ഇപ്പോൾ വെള്ളക്കെട്ട് ഒരു പരിധി വരെ കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. നന്നായി കുറഞ്ഞു എന്ന് പറയാം. സാധാരണ ഒരു 10 മിനിറ്റ് തോരാതെ മഴ പെയ്താൽ പോലും കൊച്ചി നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നതാണ്. പക്ഷേ കഴിഞ്ഞ മഴകളിലും ഇന്നലത്തെ മഴയിലൊന്നും
ഒരു സംഭവം ഉണ്ടായിട്ടില്ല, മറ്റ് മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പിന്നെയും ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ വയൽ നികത്തി വീട് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് പലപ്പോഴും വെള്ളം കയറുന്ന സാഹചര്യം. എങ്കിൽ പോലും മറ്റ് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ കൊച്ചി കോർപ്പറേഷനെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കൊച്ചി കോർപ്പറേഷനിൽ ഈ കഴിഞ്ഞ മഴകളിലൊന്നും വെള്ളം കെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കോർപ്പറേഷന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിൽ അഭിനന്ദിക്കുന്നു എന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ കൂടി കൊച്ചിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മഴ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം എന്നുള്ളത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ വെള്ളക്കെട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല. ഒപ്പം ഈ ഗതാഗത തടസ്സമാണ് പിന്നെയും നമ്മൾ എടുത്തു പറയേണ്ടത്. അത് പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള കുണ്ടും കുഴിയുമാണ്. ചെളി നിറഞ്ഞും തുടരെയുള്ള മഴകളിലൊക്കെ ഈ കുഴിയുടെ ആഴം കൂടിക്കൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ഓഫീസ് സമയങ്ങളിലൊക്കെ ഈ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം ആ ഭാഗത്തേക്ക് NH-ന്റെ റോഡ് പുരോഗതി നടക്കുന്നിടത്തേക്കൊന്നും അടുക്കാൻ കഴിയാത്ത ബ്ലോക്കാണ്, മണിക്കൂറുകൾ നീണ്ട ബ്ലോക്ക്. ഒപ്പം തന്നെ ഇൻഫോ പാർക്ക്, കാക്കനാട് ഏരിയകളിലൊക്കെ 2-3 മണിക്കൂറുകളിൽ ഈ മഴയും ഈ വെള്ളക്കെട്ടും ഒക്കെ, വെള്ളക്കെട്ടല്ല മഴയും ഈ റോഡിന്റെ ഒരു അവസ്ഥയൊക്കെ കാരണം വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് വീടുകളിലൊക്കെ വെള്ളം കയറുന്നത് കണ്ടാൽ ഉടനെ തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കുകയും വേണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം മലയോര മേഖലകളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലകളിലേക്കൊക്കെ പോകുന്നവർ, കോതമംഗലം, മൂവാറ്റുപുഴ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. ഉയർന്ന തിരമാലകൾ ഉള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുത്, ആഴക്കടലിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് ട്രോളിംഗ് കൂടി ആയതിനാൽ ഈ മത്സ്യബന്ധനത്തിന് പൊതുവെ കുറവാണെങ്കിൽ പോലും ചെറിയ തോണികളിലൊക്കെ ആളുകൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചൂണ്ടയിട്ടൊക്കെ അതിന് പോലും വലിയ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പോവരുത്, ലംഘനം ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ എല്ലാവിധ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുവാനും ആവശ്യമെങ്കിൽ അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുമുള്ള സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ മരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡിലും കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്കും വാഹനങ്ങളിലുമൊക്കെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ KCB അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മരച്ചില്ലകൾ വെട്ടി മാറ്റുകയും അതോടൊപ്പം ആളുകളും ഒരു ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ കൊച്ചി നഗരത്തിൽ വലിയ മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും ഒരു മൂടി അടച്ച ഒരു അന്തരീക്ഷം തന്നെയാണ്. വലിയ മറ്റ് മഴക്കെടുതികളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ശ്രീജ, എന്തായാലും ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് കൂടിയാണ്, അവധി കൂടിയാണ്. സ്കൂളുകൾക്കൊക്കെ ഇന്നലെ തന്നെ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചി പഴയ കൊച്ചിയിലെന്നാണ് നവമി പറയുന്നത്. ഇപ്പോൾ അങ്ങനെ മഴയൊന്നും പെയ്താൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വലിയ ആശ്വാസം. കൊച്ചിയിൽ എത്തുന്നവർക്കും അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഞങ്ങളെപ്പോലെ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്നവർക്കും ഒരു സമാധാനം ഉണ്ടല്ലോ. ഇനി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇപ്പോൾ അച്ചൻകോവിലാറിലും മണിമലയാറിലുമൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മൾ വടക്കൻ കേരളത്തിൽ കാണുന്നത് മിക്കവാറും പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് മധ്യ കേരളത്തിൽ, പത്തനംതിട്ടയിലൊക്കെ അവസ്ഥ? ശ്രീജ, പത്തനംതിട്ടയിലെ നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പശമനം ഉണ്ടെങ്കിലും മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പമ്പ, മണിമല നദികളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. പമ്പയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശബരിമലയിൽ പമ്പയിൽ സ്നാനത്തിന് വിലക്കുണ്ട്. ആളുകൾ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. കാരണം ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ നട തുറന്ന സമയം മുതൽ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മഴയ്ക്ക് മലയോര മേഖലയിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. അത് കിഴക്കൻ മലയോര മേഖലയിൽ നമുക്ക് പറയുമ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെയുള്ള സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക് തന്നെ നിയന്ത്രണം, ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാലപ്പുഴയിൽ, പത്തനംതിട്ട മലയാലപ്പുഴയിൽ വീടിന് മുകളിൽ മരം വീണ്
ഗൃഹനാഥനും ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കൃഷ്ണൻ നായർ, ഭാര്യ ശ്യാമള എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ കാറ്റ് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. കർഷകർക്കും വലിയ നഷ്ടം ഉണ്ടായ ഒരു സാഹചര്യം നിലവിൽ പത്തനംതിട്ട ജില്ലയിലുണ്ട്. എന്നാൽ കാര്യമായ രീതിയിൽ അതേസമയം ഈ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ അതേസമയം മഴ നേരിയ തോതിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. രാത്രിയിൽ ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടായിരുന്നു. അതേസമയം മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതിൽ ഒരു ഷട്ടർ 20 സെന്റിമീറ്ററാണ് തുറന്നിട്ടുള്ളത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാപകമായ ചില നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന നദീതീരം പമ്പാ നദിയുടെയും അതുപോലെ മണിമല ആറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ട് നദികളിൽ ഇറങ്ങുക, അതുപോലെ മീൻ പിടിക്കാൻ പോകുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിലക്ക് നിലവിലുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ ആകാനുള്ള സാധ്യത അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ സാധാരണ ഈ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഈ അപ്പർ കുട്ടനാട് മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി ഈ പ്രദേശങ്ങളിലെല്ലാം ആലപ്പുഴ അപ്പർ കുട്ടനാട് മേഖലയിൽ നിരണം തുടങ്ങിയ കടപ്ര തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത് വെള്ളം ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഈ മഴ ശക്തമായതോടുകൂടി തന്നെ ഇവിടെ സ്വാഭാവികം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പമ്പ, മണിമല, അച്ചൻകോവ് നദികളിൽ മഞ്ഞ അലർട്ട് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നദിയുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട്, കാര്യമായ രീതിയിൽ ഉയരുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കിഴക്കൻ മലയോര മേഖലകളിൽ, അതായത് തണ്ണിത്തോട്, സീയത്തോട്, ചിറ്റാറ്, കൊക്കാത്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മലയോര മേഖലകളിൽ ഈ മഴ പെയ്യുന്നത് കാരണം വലിയ രീതിയിലുള്ള നീരൊഴുക്ക് നദിയിൽ തുടർച്ചയായി വരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പമ്പയില് സ്നാനത്തിന് ഈ തീർത്ഥാടകർക്ക് പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മഴയ്ക്ക് നഗരപ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നഗരപ്രദേശങ്ങൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഷൈജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രദ്ധിക്കുക, വടക്കൻ കേരളത്തിലാണ് കാര്യമായ മഴ പെയ്യുന്നതെങ്കിലും എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലുമൊക്കെ കാര്യമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത്. പലയിടത്തും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന സാഹചര്യവും മണ്ണിടിയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക. കോഴിക്കോട് ചാത്തമംഗലം കൂഴക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട ആൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കൂഴക്കോട് സ്വദേശി 80-കാരനായ മാധവനെയാണ് കാണാതായത്. പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ കുത്തൊഴുക്കും വെളിച്ചക്കുറവും മൂലം ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. മാധവന്റെ ചെരുപ്പും കുടയും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധിയുള്ള ജില്ലകളിലെ ആളുകളൊക്കെ കൃത്യമായി തന്നെ അത് അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഇന്നലെ രാത്രി കനത്ത മഴയിൽ കൊല്ലം പോളയത്തോട് മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിലും ട്രെയിനുകൾ ഇപ്പോഴും വൈകി ഓടുകയാണ്. ഇന്നലെ രാത്രി പല ട്രെയിനുകളും വളരെ വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതിനാൽ കണക്ഷൻ ട്രെയിനുകൾ, ഈ ട്രെയിൻ വന്ന ശേഷം അങ്ങോട്ട് പോകേണ്ട കണക്ഷൻ ട്രെയിനുകളാണ് ഭൂരിഭാഗവും വൈകുന്നത്. പുലർച്ചെ 5:20 പുറപ്പെടേണ്ടിയിരുന്ന ഒരുപാട് പേർ പോകുന്ന വേണാട് എക്സ്പ്രസ് 2 മണിക്കൂർ 10 മിനിറ്റ് വൈകി 7:30 പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 9:15 പുറപ്പെടേണ്ട ലോകമാന്യ തിലക്, നേത്രാവതി എക്സ്പ്രസ് ദീർഘദൂര യാത്രക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന ട്രെയിനാണ്. ശ്രദ്ധിക്കുക, 1.25 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുന്നത്. 10:30 ലോകമാന്യ തിലക് എക്സ്പ്രസ് പുറപ്പെടുകയുള്ളൂ. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 9 മണിക്കൂർ വൈകി ഓടുകയാണ്. മറ്റ് ട്രെയിനുകളിലും സമയവ്യത്യാസമൊക്കെ ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ച് ഈ ട്രെയിൻ ആപ്പൊക്കെ നോക്കി സമയം കൃത്യമായി അറിഞ്ഞ ശേഷം ഇറങ്ങാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി ഇന്നത്തെ മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ.
ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലിലെ ഹൈഫ നഗരത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ട്. നിരവധി പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇസ്രയേലിന്റെ ഡ്രോണുകളും ക്വാഡ്കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയെ വധിക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചെന്നും എന്നാൽ അത് അമേരിക്ക വീറ്റോ ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനിൽ ഇതുവരെ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ടെഹ്റാനിലെ ആണവ കേന്ദ്രം തകർക്കുന്ന ദൃശ്യം ഇസ്രയേൽ പുറത്തുവിട്ടു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇതിനെ രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിന്റെ വെളിപ്പെടുത്തലാണ്. അത് ആയത്തുള്ള അലി ഖംനേയിയെ കൊലപ്പെടുത്താൻ അനുവാദം ചോദിച്ചെങ്കിലും അത് വീറ്റോ ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ ഇറാനിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ, അത് അവരുടെ സേനയുടെ തലവനടക്കമുള്ള പ്രധാനപ്പെട്ട ചിലർ കൊല്ലപ്പെട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തലുകൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്താകട്ടെ ഒരു ശമനവുമില്ലാതെ വലിയ ആക്രമണവും നടക്കുന്നു. ഈ മൂന്നാം രാത്രി എന്തൊക്കെയാണ് ഇറാനിലും ഇസ്രയേലിലും സംഭവിച്ചിട്ടുള്ളത്? ശ്രീജ, വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. അതിലൊന്ന്, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയെ കൊലപ്പെടുത്താനുള്ള നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി ആസൂത്രിതവുമായിരുന്നു. നമുക്കറിയാം, ഈ ആക്രമണം നടത്തിയത് 1 വർഷം നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ഇസ്രായേൽ. കൃത്യമായി തന്നെ ഡ്രോണുകളടക്കം ഇറാനിൽ എത്തിച്ച് അവിടെ നിന്ന് വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിൽ പ്രധാന ടാർഗറ്റ് അയത്തുള്ള ഖൊമേനിയാണ് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. പക്ഷേ മറ്റ് ആണവ ശാസ്ത്രജ്ഞരെയും 14ഓളം ആണവ ശാസ്ത്രജ്ഞരെ ഇതിനകം ഇസ്രായേൽ കൊലപ്പെടുത്തി. പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ കൊലപ്പെടുത്തി. ഇതിനൊക്കെയുള്ള അനുവാദം അമേരിക്ക നൽകിയിരുന്നു എന്നും അതേസമയം അയത്തുള്ള ഖൊമേനിയെ കൊലപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യം അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു എന്നുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് വീറ്റോ ചെയ്തു എന്നാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന്റെ ടാർഗറ്റ് വളരെ കൃത്യമായി ഖൊമേനി ആയിരുന്നു. ഖൊമേനിയെ വധിക്കുന്നതിലൂടെ ഇറാന് അത്ര വലിയ തിരിച്ചടി നൽകാമെന്നും ഇനിയൊരു ആണവ പരീക്ഷണത്തിലേക്കോ ആണവ പദ്ധതികളിലേക്കോ ഇറാൻ കടക്കില്ല എന്നും അടുത്ത 10 വർഷത്തേക്കെങ്കിലും ഇത്തരം പരിപാടികളിൽ നിന്ന് ഇറാനെ പിന്നോട്ടേക്ക് വലിക്കാം എന്നുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം. പക്ഷേ അത്തരത്തിലൊരു കടന്ന കൈയിലേക്ക് ഇസ്രായേലിനെ അമേരിക്ക അനുവദിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെയാണ് ലക്ഷ്യം. ഒപ്പം അമേരിക്കൻ സഹായത്തോടെയാണ് ആക്രമണം. നേരിട്ട് അമേരിക്ക ഇതിൽ ഇടപെടുന്നില്ല എങ്കിലും കൃത്യമായി തന്നെ അമേരിക്കയുടെ സഹായം ഈ ആക്രമണത്തിൽ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ട്രംപുമായി തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടയിലാണ് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയും ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് ഖസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഖിലും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ബെഞ്ചമിൻ നെതന്യാഹു പുറത്തുവിട്ടതാണ്. അദ്ദേഹം ഈ വിവരം ഇത്തരത്തിൽ നിരവധി ഇറാന്റെ നേതാക്കളെ, സൈനിക മേധാവികളെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പറയുന്നതിന്റെ കൂട്ടത്തിലാണ് പ്രധാനപ്പെട്ട ഈ 2 നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞത്. ഒപ്പം ഇസ്രായേലിലേക്കും ഇന്നലെ കനത്ത ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹൈഫ നഗരത്തിൽ നടത്തിയ ആക്രമണത്തിൽ, തന്ത്രപ്രധാനമായ നഗരമാണ്, തുറമുഖ നഗരമാണ്, വാണിജ്യപരമായി ഇസ്രായേലിന് ഏറെ പ്രാധാന്യമുള്ള നഗരമാണ്. ഈ നഗരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇവിടെ ജനവാസ മേഖലയാണ്. ഇവിടുത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വാഹനങ്ങൾ തകർന്നതും മറ്റും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഇസ്രായേലിന് ഗസ യുദ്ധത്തിൽ അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ സംഭവിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലം
കൂടിയുണ്ട്. ജനങ്ങൾ ബങ്കറുകളിൽ തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ കൂട്ടം ചേരലുകൾ ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് സുപ്രധാനമായ ചില നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, നമുക്കറിയാം ഇറാനിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നീക്കം ഇന്ത്യൻ എംബസി ആരംഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇന്ന് രാവിലെ വെളുപ്പിന് ഇറക്കിയിരുന്നു. അർമേനിയ വഴി, ഇപ്പോൾ യുദ്ധം രൂക്ഷമായാൽ അർമേനിയ വഴി ഈ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള സംവിധാനങ്ങളടക്കം സ്വീകരിക്കുന്നുണ്ട്. തൽക്കാലം ഇവരെ പ്രധാനപ്പെട്ട ഇസ്രായേൽ ആക്രമണം നടക്കാത്ത പ്രദേശങ്ങളിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണ്. ഇതനുസരിച്ച് ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നുണ്ട്. കുറേ ആളുകളെ ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. സമാധാനത്തിനുള്ള സമയമായി, സമാധാന ശ്രമത്തിനുള്ള സമയമായി ഇരു രാജ്യങ്ങളോടും ബഹുമാനമുണ്ട് എന്ന് ട്രംപ് പറയുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെട്ടേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഏറ്റവും അവസാന നിമിഷം പുറത്തു വരുന്നുണ്ട്. ശ്രീജ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തുവരുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളോടും ബഹുമാനമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സമാധാന ചർച്ചകൾക്ക് സമയമായി എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഇറാൻ ആക്രമണത്തിൽ നേരിട്ട് അമേരിക്ക ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതേസമയം ഇനി ഇടപെടുമോ എന്ന് പറയാനുമാവില്ല. നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ സഹായം ആക്രമണത്തിനുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. നിലമ്പൂരിൽ അംഗം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഓരോ ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം ബാക്കിയുള്ളത്. നിലമ്പൂരിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സർവ്വ ആയുധങ്ങളും തേച്ചുമിനുക്കി മുന്നണികളും PV അൻവറും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗങ്ങളിലെ വലിയ ജനപങ്കാളിത്തമാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. യൂസഫ് പഠാന്റെ റോഡ് ഷോ ഹിറ്റായതോടെ പ്രചാരണത്തിന്റെ കളം പിടിക്കാൻ PV അൻവറിനും കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ് അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുക എന്നതൊക്കെയാണ്. വിവരങ്ങളുമായി CV അനുമോദും VV അരുണും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഓരോരുത്തരും അവരവരുടെ ഒരു കളമൊക്കെ തെളിഞ്ഞു പിടിച്ചു എന്ന് തോന്നുന്നു. ഇന്നലെ അവസാന ഘട്ടത്തിൽ യൂസഫ് പഠാന്റെ റോഡ് ഷോ ഒക്കെ നടത്തി അൻവറും സജീവമായി തന്നെ ചിത്രത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. ഈ അവസാന മണിക്കൂർ, നാളെ വൈകിട്ട് വരെയുള്ള ഈ ഒരു അവസാന മണിക്കൂറിലെ പ്രചാരണം മഴയൊക്കെ അവഗണിച്ച് വളരെ കാര്യമായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുക. എന്തൊക്കെയാണ് അവസാന മണിക്കൂറുകളിൽ നിലമ്പൂരിലെ ഒരുക്കങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. കനത്ത മഴയുണ്ട്. പക്ഷേ ഈ മഴയൊന്നും ഈ ഒരു അവസാന മണിക്കൂറിലെ പ്രചരണത്തിന് തടസ്സമാകില്ലെന്ന് ഉറപ്പാണ്. രണ്ട് മുന്നണികൾക്ക് പുറമെ PV അൻവറും അതുപോലെ തന്നെ NDAയും എല്ലാം തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുകൾ ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്ന് UDFന്റെ പ്രചരണത്തിന്റെ മുഖ്യ ആകർഷണം KC വേണുഗോപാലാണ്. ACC ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുടുംബയോഗങ്ങളിലും തെരഞ്ഞെടുത്ത പൊതുയോഗങ്ങളിലുമൊക്കെയാണ് അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിനൊപ്പം സാദിഖ് അലി ശിഹാബ് PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആര്യടൻ ഷൗക്കത്ത് ഇന്ന് ഇവിടെ നഗരസഭാ പരിധിയിലും മൂത്തയിടത്തുമാണ് അദ്ദേഹത്തിന്റെ പര്യടനം നടക്കുക. UDFന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിന് പിന്നാലെ ഇറാൻ ആക്രമിച്ച സംഭവവും അതിന് പുറമെ ഇന്നലെ മുഖ്യമന്ത്രി പരാമർശിച്ച ക്ഷേമ പെൻഷൻ കൂട്ടുന്ന വിഷയവുമൊക്കെ ഇന്നും ഈ വാർത്തകളിൽ അല്ലെങ്കിൽ പ്രചരണത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ക്ഷേമ പെൻഷൻ കൂട്ടുന്ന വിഷയത്തിൽ ഇതുവരെ UDFന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതിന് എന്തായിരിക്കും UDFന്റെ ഇതിലുള്ള പ്രതികരണം എന്നുള്ളതൊക്കെ ഇന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി രണ്ടിടങ്ങളിൽ റോഡ് ഷോ നടത്തിയപ്പോൾ തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പ്രിയങ്കയ്ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് ആര്യടൻ ഷൗക്കത്തിന് കൂടി ഗുണം ചെയ്യുന്ന തരത്തിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ്. വലിയ ആൾത്തിരക്ക്, ജനപങ്കാളിത്തം ഈ രണ്ട് ഇടങ്ങളിലും നമ്മൾ കണ്ടതായിരുന്നു.
കേരളത്തിൽ UDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെയും പ്രചരണം ഇന്നലെ ഉണ്ടായിരുന്നത്. മുഖ്യ വിവാദങ്ങളായ ജമാഅത്തെ വിഷയമോ അത്തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊന്നും തന്നെ പ്രിയങ്ക കടന്നില്ല. ക്ഷേമ പെൻഷനും മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ KC വേണുഗോപാൽ കഴിഞ്ഞ കൺവെൻഷനിൽ ഉന്നയിച്ച വിഷയങ്ങളുമൊക്കെ തന്നെയായിരുന്നു പ്രിയങ്കയും പ്രധാനമായിട്ടും ഉയർത്തിയത്. ആ തരത്തിൽ UDFന്റെ അജണ്ട മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണ് പുരോഗമിക്കുന്നത്. LDF ആകട്ടെ വികസന രാഷ്ട്രീയം മുൻനിർത്തി വോട്ട് ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ UDFനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ അവസാന 2 ദിവസം ഈ വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും പ്രചരണമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യമായിരുന്നു നിലമ്പൂരിലുണ്ടാവുക. ഇനിയുള്ള 2 ദിവസങ്ങൾ ഒരുപക്ഷെ ഇതെല്ലാം ഈ വിഷയങ്ങളും പരമാവധി ചർച്ച ചെയ്യിക്കാൻ തന്നെയായിരിക്കും ഇരു മുന്നണികളുടെ നീക്കം. ശ്രീജ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം അതായിരുന്നു പ്രധാനമായും എപ്പോഴും പ്രചാരണങ്ങളിൽ ഉയർത്തിക്കാട്ടാൻ LDF ശ്രമിച്ചത്. മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് താഴ്ത്തിയിരുത്താൻ തന്നെയാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ക്ഷേമ പെൻഷനും വന്യജീവി സംഘർഷങ്ങൾ, ഇന്നലെ പ്രിയങ്കയൊക്കെ കാര്യമായി തന്നെ ആ വിഷയങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ അഡ്രസ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു? ഏറ്റവും പ്രധാനം ശ്രീജ പറഞ്ഞതുപോലെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവമാണ്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും സജീവ ചർച്ച ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത്. അതിൽ PDP ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് LDFനെ എതിർക്കാൻ വിമർശിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും അത് കാര്യമായി വിലപ്പോയില്ല. അതിനപ്പുറത്തേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ CPM നിലപാടെടുത്തത് ഒരു വർഗീയ സംഘടനകളുടെ വിഘടനവാദികളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയാൻ UDFന് കഴിയുമോ? അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഭരണപക്ഷം ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇടതുമുന്നണി ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മതരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നൊക്കെ അവർ ആ കാലം അതൊക്കെ മാറ്റിക്കഴിഞ്ഞു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് VD സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ലോകത്ത് ഒരു രാഷ്ട്രീയ നേതാവും ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരമൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അത് പിടിച്ചാണ് ഇടതുമുന്നണി മുന്നോട്ട് പോയത്. എന്നാൽ ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് UDFനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ പിന്മാറാനോ അത് തള്ളിപ്പറയാനോ UDF തയ്യാറായിട്ടില്ല. ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നാണ് CPMന്റെ ആവശ്യം. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെയും അത് ആവർത്തിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ആ വിഷയത്തിൽ തൊട്ടിട്ടില്ല. ഇന്ന് KC വേണുഗോപാൽ ഇവിടെ നിലമ്പൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതിലുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വരുന്നുണ്ട്. കാരണം വന്യജീവി മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, കേന്ദ്ര നിയമവും കേന്ദ്ര നിലപാടുമാണ് അതിൽ പ്രധാനം. ഇന്നലെ മുഖ്യമന്ത്രി പോത്തുകലിലെ പൊതുയോഗത്തിൽ പറഞ്ഞത് മറ്റൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവികൾ പെറ്റുവരുന്നതാണ്. എല്ലാ രാജ്യങ്ങളിലും അത് സാധാരണമാണ്. പക്ഷേ അവിടെയൊക്കെ ഈ വന്യജീവികളെ വേട്ടയാടാൻ, കൊല്ലാനുള്ള അവകാശം, അധികാരമുണ്ട്. ഇവിടെ മാത്രം അത് നൽകുന്നില്ല. അതിന് കാരണം ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. അത് അതേപടി എന്തുകൊണ്ടോ BJP സർക്കാരും പിന്തുടരുന്നു. അതിൽ മാറ്റം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പക്ഷേ അനുകൂല നിലപാടുണ്ടായിട്ടില്ല. എന്നാൽ സമ്മർദ്ദം സർക്കാർ തുടരും. അതാണ് ആ വിഷയത്തിൽ സർക്കാരിൻ്റെ മറുപടി. പ്രതിപക്ഷം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും ആക്രമണത്തിനിരയായവരുടെയും ഒക്കെ ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു. ആ വിഷയം സജീവം നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ മറുപടി ആ രീതിയിലാണ്. ക്ഷേമ പെൻഷൻ വിവാദം ആദ്യം ഉണ്ടായത് KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണത്തിലാണ്, കൈക്കൂലി എന്ന പരാമർശത്തിലാണ്. അത് പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും ആ ചർച്ച അതിപ്പോൾ ചർച്ചയായി നിൽക്കുന്നു. മുഖ്യമന്ത്രി ഒടുവിൽ ഇന്നലെ ക്ഷേമ പെൻഷൻ കൂട്ടി നൽകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം, അത് ചെയ്തിരിക്കും എന്ന ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കാവുന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ആ രീതിയിൽ സർക്കാർ ആ വിഷയം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. അത്തരത്തിൽ വിഷയങ്ങൾ മറിഞ്ഞു വരുമ്പോഴും ഈ 2-3 വിഷയങ്ങൾ ഏറ്റവും പ്രധാനം ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ വന്യമൃഗ മേഖലയിലെ വന്യജീവി സംഘർഷങ്ങൾ, ക്ഷേമ പെൻഷൻ, ഈ 3 വിഷയങ്ങൾ തന്നെയാണ് വികസനമെന്ന് സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. വികസനം ചർച്ച ചെയ്യാൻ സർക്കാർ മടിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾക്ക് തീരുമാനം. സർക്കാരിൻ്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കമുള്ള പങ്കുവയ്ക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ഭരണത്തിലെ വിലയിരുത്തലിൽ കൂടി മാറുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിലും ചർച്ച നടക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എല്ലാത്തിനും ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ 3 മുന്നണികൾക്കും അവരുടേതായ പ്രതീക്ഷകളും ആശങ്കകളുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വിഷയം വരുമ്പോൾ സ്വാഭാവികമായും സമസ്ത വോട്ടുകൾ മാറിപ്പോകുമോ എന്ന ആശങ്ക UDFനുണ്ട്. അത് പരമാവധി ശേഖരിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്. 2 മുന്നണികളും വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് BJPയുടെ നിലപാട്.
ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളാണ്. എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ PV അൻവറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെല്ലാം ഉറക്കത്തിലായിരിക്കും, ഞാൻ ഫീൽഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമരമ്പലത്തൊരു മരം വീട് തകർന്ന വീട്ടിൽ PV അൻവർ ഉണ്ട്. PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നണിയിലാണ് നമുക്ക് തോന്നിയിരുന്നു, നിശബ്ദമാണെന്ന് തോന്നിയിരുന്നു. അൻവർ എവിടെയെന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അൻവർ എവിടെയാണെന്ന് ഇന്നലത്തെ റോഡ് ഷോയിലോടുകൂടി, യൂസഫ് പത്താൻ്റെ റോഡ് ഷോയിലോടുകൂടി ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. അൻവർ ഇരു മുന്നണികൾക്കും ഭീഷണിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആർക്കാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ കൂടുതൽ തലവേദന ഉണ്ടാക്കുക, ആരുടെ വിജയസാധ്യതയാണ് ബാധിക്കുക എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറുകയാണ്. മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ആദ്യം തോൽപ്പിക്കേണ്ടത് ഈ മഴയാണ്. കനത്ത മഴയാണ് നിലമ്പൂരിലുള്ളത്. നാളെയും റെഡ് അലർട്ടാണ്. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള റോഡ് ഷോയും ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും അത്ര എളുപ്പമല്ല നിലമ്പൂർ പോലെ ഇത്രയധികം മഴ പെയ്താൽ വളരെ വേഗത്തിൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തുക, ആ വോട്ടർമാരെ എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തം, വെല്ലുവിളി മുന്നണികൾക്ക് മുന്നിലുണ്ട്. ഇനി അവശേഷിക്കുന്ന ഈ പരസ്യപ്രചരണത്തിൻ്റെ മണിക്കൂറുകൾ പരമാവധി വോട്ടർമാരിലേക്ക് ഇന്ന് അല്പസമയത്തിലേക്ക് 9 മണിയോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അൻവർ പോയത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്കാണെങ്കിൽ, യൂസഫ് പത്താനെ കൊണ്ട് പോയത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്കാണെങ്കിൽ, സ്വരാജ് വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് റോഡ് ഷോ 9:30 ആരംഭിക്കുകയാണ്. വളരെ ഇടുങ്ങിയ റോഡുകളാണ്, വളരെ വലിയ റോഡ് ബ്ലോക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ആ ഗതാഗത തടസ്സം ഉണ്ടാകും. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥികൾ ഓരോ നിമിഷവും ഈ പ്രചരണം കൊഴിപ്പിക്കാൻ, മഴയെ തോൽപ്പിച്ച് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നിവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം 46 കേന്ദ്രങ്ങൾ CPM കുടുംബ സംഗമം സംഘടിപ്പിക്കുകയാണ്. അവിടുത്തെ വിഷയവും ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധമാണ്. അതിനെതിരെയാണ് CPMന്റെ കുടുംബസംഗമം, ഇടതുമുന്നണി കുടുംബസംഗമങ്ങൾ. ഒരു 40 നേതാക്കൾ, ഇടതുമുന്നണി പ്രധാന നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലുണ്ട്. ഈ കുടുംബസംഗമം പങ്കെടുക്കാനായി നമ്മൾ വിചാരിച്ചത് നിലമ്പൂരിൽ ഇനി വെറും 7 മാസം മാത്രമാണ് ഒരു MLAക്ക് കാലാവധി ബാക്കിയുള്ളത്. അങ്ങനെ ഒരു സമയത്ത് അത്ര വലിയ ആവേശമൊന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ സമയത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. ഏറ്റവും പ്രകൃതി പോലും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പോലും തോൽപ്പിക്കുന്ന ആവേശമാണ് പ്രചാരണ രംഗത്ത് കാണുന്നത്. ഇങ്ങനെ താരനിബിഡമായ ഒരു പ്രചാരണ കാലയളവ് ഏതാണ്ട് പൂർത്തിയാവാൻ പോവുകയാണ്. അവിടെ വിഷയമായി വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അരുൺ വിശദീകരിച്ചത്. ഇനിയും നാളെ വൈകുന്നേരം വരെ സമയം ബാക്കിയുണ്ട്. ഈ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കും, താരങ്ങൾ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിലമ്പൂർ സജീവമായി തന്നെ വാർത്തകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അരുണും ഒപ്പം അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി വളരെ പെട്ടെന്നൊന്ന് നോക്കാം. തിരുവനന്തപുരം വെള്ളറട പനച്ചിമൂട് കൊല്ലപ്പെട്ട പ്രിയംവദയുടെ ആഭരണങ്ങൾ കാണാതായതിൽ ദുരൂഹത. പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാല കാണുന്നില്ല. കമ്മലുകൾ മുക്കുപണ്ടമായിരുന്നു. 12-ാം തീയതി രാവിലെ പാല് വാങ്ങാൻ പോകുന്നതിനിടെയായിരുന്നു പ്രിയംവദയെ കാണാതായത്. ഒരുപക്ഷെ മാല വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നത് ഇനി പരിശോധനയിലെ വ്യക്തമാവൂ. അയൽവാസി കൊന്നു കുഴിച്ചു മൂടിയ പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്നായിരിക്കും നടക്കുക. സ്പെഷ്യൽ ഡേ വിഷസ് കൂടി പെട്ടെന്ന് നോക്കാം. തൃശൂർ സ്വദേശിയായ സാബുവിന്റെ പിറന്നാളാണ് ഇന്ന്. സാബുവിന് ആശംസകൾ നേരുന്നത് അപ്പച്ചൻ ജോർജും അമ്മച്ചി ത്രേസ്യാമ്മയും ബന്ധുക്കളായ ജോബി കുറ്റിക്കാടും ഫാദർ വർഗീസ് മാളിയേക്കലും മാധ്യമ സുഹൃത്തുക്കളായ ധനേഷും മണികണ്ഠനും ശ്രീനാഥനും മോഹനും പ്രദീപും ഒക്കെയാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ സാബുവിന്. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ ധർമ്മപാലന്റെയും അഞ്ജലിയുടെയും മകളായ ദ്യുതിഹാര, നല്ല പേരല്ലേ, ദ്യുതിഹാരയുടെ 5ാമത്തെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും, അച്ചാച്ചനും അച്ഛമ്മയും, പിന്നെ ഞങ്ങളൊക്കെയും. ഹാപ്പി ബർത്ത്ഡേ ദ്യുതിഹാര. തൽക്കാലം നമ്മൾ രാവിലെയിൽ ഒരു ഇടവേള എടുക്കുകയാണ് പതിവ് പോലെ. ഇനി പോലീസ് പെട്രോളിന്റെ സമയമാണ്. ടോം കുര്യാക്കോസ് ചേരും.